ജനനായകൻ ഇനി വരില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടിയും അമൽ നീരദും വീണ്ടും ഒന്നിക്കാൻ പോവാണ്. ജിത്തു മാധവനും മോഹൻലാലും കൂടിയിട്ട് ഒരു സിനിമ വരാൻ പോവാണ്. നമ്മുടെ ആവേശം ഡയറക്റ്റ് ചെയ്ത ജിത്തു മാധവന്റെ അടുത്ത സിനിമ മോഹൻലാലിനെ വെച്ചിട്ടാണ് സൂര്യയുടെ പടത്തിന് ശേഷം. അപ്പോൾ കുറെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാണ്ട് വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കറുപ്പ് സിനിമ അങ്ങനെ 350 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സൂര്യണ്ണന്റെ കംബാക്ക് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ആഗ്രഹിച്ചൊരു ദിവസം തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൂര്യണ്ണൻ പടത്തിന്റെ ടെക്നീഷ്യൻസിന് എല്ലാവർക്കും ഒരു കാർ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. വലിയ കാര്യം തന്നെയാണ്. കാരണം പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടർമാർക്കും ഒക്കെ കൊടുക്കാനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് സൂര്യണ്ണന്റെ ഒരു ക്വാളിറ്റി. അടുത്തത് വൈശാഖ് ചിത്രം ഖലീഫയുടെ ഷൂട്ട് ജൂൺ 25-ാം തീയതിയോട് കൂടിയിട്ട് തീരുന്നതാണ്. അപ്പോൾ പടം ഓണത്തിനാണ് റിലീസ് ആവാൻ പോണത്. അടുത്തത് നമ്മുടെ മധു സി നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത പടത്തിൽ നെസ്ലിനാണ് നായകനായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ മധു സി നാരായണൻ ആകെ ഒരു പടം ചെയ്തിട്ടുള്ളൂ, കുമ്പളങ്ങി നൈറ്റ്സ്. അത് മതി അയാളെ തിരിച്ചറിയാൻ. അപ്പോൾ അടുത്ത പടം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരാൻ പോണ പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് ജൂലൈയിലാണ് തുടങ്ങാൻ പോണത്. അടുത്ത ചിത്രം ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിയാ വിക്രത്തിന്റെ 63ാമത്തെ സിനിമ ജൂലൈ ലാസ്റ്റോടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. നമ്മുടെ റിയാഷിബു, നമ്മുടെ കേരളത്തിൽ നിന്ന് റിയാഷിബു ഒക്കെ ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും കാത്തിരുന്ന അപ്ഡേറ്റ്. നമ്മുടെ ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ കൺഫേം ആയിട്ടുണ്ട്. ആവേശത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവന്റെ സിനിമയാണ്. ഇപ്പൊ സൂര്യയോടൊപ്പമാണ് സിനിമ ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ശേഷമായിരിക്കും മോഹൻലാലിന്റെ ഒപ്പമുള്ള സിനിമ വരാൻ പോണത്. എന്തായാലും ഈ വർഷം തന്നെ അവസാനമായിട്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. പടം ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റോറി ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇറങ്ങാൻ പോണ സൂര്യയുടെ പടം ഉണ്ടല്ലോ, ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്നത്, ആ സിനിമയും ഈ പറഞ്ഞ പോലെ ആവേശം കണക്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. റൂമേഴ്സ് ആണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഓസ്ലറിന്റെ 2ാം ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയറാമേട്ടൻ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അത് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിഥുൻ മാനുവൽ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റ് എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ അടിപൊളി സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന്റെ സെക്കൻഡ് പാർട്ട് അതിന്റെ ഡയറക്ടർ കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തത് ദൃശ്യം 3 ഹിന്ദി വേർഷന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിന്റെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിസാം ബഷീറും ചാക്കോച്ചനും ഒന്നിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെപ്റ്റംബറിലാണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മളെ അനന്തുമാണ് ഇതിലും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അടുത്തത് നമ്മളെ കാട്ടാളൻ സിനിമ നിലവിൽ ഇതുവരെ കളക്ട് ചെയ്തത് 16 കോടി രൂപ മാത്രമാണ്. സത്യം സിനിമ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. അറിയാലോ, അതിന്റെ റിവ്യൂ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത കാട്ട ഗുസ്തി എന്നൊരു സിനിമ ഉണ്ട്, നമ്മുടെ വിഷ്ണു വിശാൽ. ആ പടത്തിന്റെ 2ാം ഭാഗം വരാൻ പോകുന്നത്. നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ടീസർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ പടം ജൂലൈ 3-നാണ് തിയേറ്ററിൽ എത്താൻ പോണത്. ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കാം. നൈസ് പടമാണ്. പിന്നെ നമ്മുടെ നെസ്ലിന്റെ പടം മോളിവുഡ് ടൈംസ് അഭിനവ് സുന്ദർ നായക് ഡയറക്റ്റ് ചെയ്ത പടം, ആ സിനിമ നാളെയാണ് റിലീസ് ആവാൻ പോണത്. അപ്പോൾ ബുക്ക് ചെയ്തവരോ കാണാൻ പോകുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ നെസ്ലിനും അതേപോലെ തന്നെ സംഗീതും ഷർഫുദ്ദീനൊക്കെ പടത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നമ്മുടെ മോഹൻലാലും ചിദംബരവും കൂടി ഒന്നിക്കുന്ന ഒരു സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബാലൻ എന്നൊരു സിനിമ ചിദംബരത്തിന് ഇറങ്ങാനുണ്ട്. അതിനുശേഷം ആണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണത്. അടുത്തൊരു തമിഴ് ചിത്രം നമ്മുടെ ഉർവശിയും ജയറാമും ഒന്നിക്കുന്ന പരിമള ആൻഡ് സിയോൻ എന്ന സിനിമ. ആ സിനിമ ജൂൺ 5-ാം തീയതിയാണ് റിലീസ് ആവാൻ പോണത്. അടുത്തത് നമ്മുടെ പെഡ്ഡി ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം എന്ന് പറയാം. രാംചരന്റെ കംബാക്ക് ആണോ ഗോ ബാക്ക് ആണോ എന്നൊക്കെ നിങ്ങൾ പറയാം. അടുത്തത് 2 OTT അപ്ഡേറ്റ്സ് ആണ്. ദൃഢം എന്ന നമ്മളെ സൈനികത്തിന്റെ പടം അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയ പടമാണ്. ആ പടത്തിന്റെ OTT ജൂൺ 12-ാം തീയതിയാണ്. അടുത്തത് നമ്മുടെ ദൃശ്യം 3 എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ചിത്രം എന്നറിയാം. ആമസോൺ പ്രൈമില് റൂമറാണ് ജൂൺ 13-ന് ആ പടം OTTയിൽ എത്തും എന്നുള്ള റൂമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മളെ വല എന്ന ചിത്രം, നമ്മളെ ജഗതിയൊക്കെ ക്യാമിയോ ആയിട്ട് വരുന്ന ആ ചിത്രം. ആ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അടുത്ത സിനിമ അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ വരാൻ പോവാണ്. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വരുന്നത് വേഫർ ഫിലിംസ് തന്നെയാണ്. ദുൽഖറിന്റെ പ്രൊഡക്ഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു വലിയ സംഭവം ലോഡിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ ഡ്രാക്കുള ഒരു എക്സ്പെരിമെന്റൽ പരിപാടി എന്തായാലും മമ്മൂട്ടി വരാൻ പോകുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഈ അടുത്തായിട്ട് തന്നെ അപ്ഡേറ്റ് വരാണ്ട്. ചിദംബരം സംവിധാനം ചെയ്യുന്ന നമ്മളെ ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് ഒരുക്കുന്ന ബാലൻ എന്ന സിനിമ ട്രെയിലർ വരാൻ പോവാണ്. സിനിമ ജൂൺ 19-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് മോഹൻലാലും ദിലീഷ് പോത്തനും അങ്ങനെ ഒന്നിക്കാൻ പോവാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഇക്കൊല്ലം ഒക്ടോബറിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തത് നമ്മളെ ജയിലർ, നെൽസന്റെ ജയിലർ 2 ഐമാക്സിൽ റിലീസ് ഉണ്ട് എന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഐമാക്സിലൊക്കെ ഇറക്കാനുള്ള സംഭവം ഉണ്ടായാൽ മതി. പണ്ട് കണ്ടവർക്ക് അറിയാം അത് പീക്കാണ്. എന്തായാലും അതിന് നമുക്ക് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കാത്തിരിക്കാം. ഹാഷിറും ടീമും വന്നു. അടുത്ത് കരിക്കൻ ടീമിന്റെ ഒരു പടം, ഞാൻ പറഞ്ഞ പോലെ കരിക്കൻ ടീമിന്റെ ഒരു പടം ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റോടെ തീരും എന്നാണ് പറയുന്നത്. ക്രിസ്മസ് റിലീസാണ് ഇത്. അനന്ത് പ്രൊഡക്ഷന്റെ അടുത്ത
അനന്ത് പ്രൊഡക്ഷന്റെ അടുത്ത സിനിമയാണ്. അടുത്ത എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ജനനായകന്റെ അപ്ഡേറ്റ് ആണ്. I am coming. ജനനായകൻ ചിത്രം ജൂണ് ലാസ്റ്റ് വീക്കായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് ഉറപ്പിച്ച് പറയില്ല. ഇത് മാറാതിരിക്കാം. എന്തായാലും ഈ മാസം റിലീസ് ആകാൻ പോകുന്നുണ്ട്. സിംഗപ്പൂരിൽ അതിന്റെ സെൻസറിങ് ആയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം പടം 180 മിനിറ്റ് ആണ് വരുന്നത്. മൂന്നിന്റെ അടുത്തത് നമ്മുടെ CBI ഫ്രാഞ്ചൈസിൽ 6ാമത്തെ ഭാഗം വരാൻ പോവാണ്. അപ്പോൾ ഇതുവരെ മറ്റൊരു ഡയറക്ടറാണ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതും നമ്മുടെ കേമ തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ CBI 5 ഒന്നും ഓർക്കാൻ പോലും വയ്യ. അത് ആ പേപ്പറിന്റെ കാര്യമാണ് പറഞ്ഞപ്പോഴേ ഓർമ്മ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. അടുത്ത അപ്ഡേറ്റ്സ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.